നമ്മളെപ്പോഴും മീനും നാരങ്ങയും മാങ്ങയൊക്കെയല്ല അച്ചാറിടുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാലകൾ പുരട്ടി കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ ചിക്കനകത്ത് പിടിക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസ് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യമേ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനകത്ത് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.